പാട്ടിൽ നമ്മളിങ്ങനെ ലയിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഓണ വിഭവങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. നിങ്ങൾക്കും അറിയാലോ, ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചലഞ്ച് നടത്തുന്നുണ്ട്, അതായത് നമ്മുടെ പായസം ചലഞ്ച്. അപ്പോൾ ഈ പായസത്തിന്റെ കാര്യം പറയുമ്പം അമൃത ടിവിയും പായസവുമായിട്ട് കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വീണ്ടും ആ 20 വർഷത്തിന്റെ തുടക്കകാലത്തിലേക്ക് ഞാൻ പോവുകയാണ്. ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഷോ. ആ ടേസ്റ്റ് ഓഫ് കേരള പിന്നീട് ഒരു ചെറിയ അടുക്കളയിലായി. ആ അടുക്കളയിൽ നമ്മളെ ഭരിക്കാൻ വന്നത് ആരായിരുന്നു? നമ്മുടെ സ്വന്തം ആനി ചേച്ചി. അപ്പൊ ഇത്രയും വാചകം അടിച്ച് കഴിയുമ്പം ഒരു കോട്ടയംകാരിയായ ഞാൻ മാത്രമല്ല, മറ്റൊരു കോട്ടയംകാരിയും കൂടി ഇവിടെ വരണ്ടേ? ആ ഒരു സംസാരം നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കണ്ടേ? എങ്കിൽ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു നമ്മുടെ സുന്ദരിയായ ആനി ചേച്ചി. ഓഡിയൻസ് ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ സ്വന്തം ആനി ചേച്ചിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള മനസ്സിലായി. തൊണ്ട കീറി എന്തിന് ശരത്തേടെ പാട്ട് പാടിയിട്ട് പോലും ഇവിടെ ആരും കൈയടിച്ചില്ല. പക്ഷെ ആനി ചേച്ചി വന്നപ്പോ ഒന്നും കൂടെ കൈയടി പ്ലീസ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ നാട്ടുകാരെ കാണുമ്പോഴും അല്ലേ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് നിറച്ചുണ്ട്. സത്യം കുറെ കാലത്തിന് ശേഷം ആണോ ഇങ്ങോട്ട്? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അല്ലേ എൻ്റെ ബലം. ആക്ച്വലി എനിക്കൊന്നും നമ്മള് എത്ര കാലത്തിന് ശേഷമായിരിക്കും ഇപ്പൊ കോട്ടയത്തേക്ക് ഒരു ഓണാഘോഷമായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കൊന്ന് കുറെ ആയിട്ടുണ്ടാവും അല്ലേ? അത് ഒത്തിരിയായി. ഓണാഘോഷം ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം കോട്ടയത്ത്. മറ്റേത് എന്നാന്ന് വെച്ചാ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാളിൽ വന്നിട്ടല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ. ആരാ ഈ പറയുന്നേ? കോട്ടയംകാരി തന്നെയായി. പക്ഷെ എന്നാന്നറിയോ, ഈ കോട്ടയത്ത് നമ്മളിങ്ങനെ ആഘോഷിച്ചാലും നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ ലൈറ്റും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അതിലിങ്ങനെ ലേറ്റ് പോകും. ഓരോ സ്ഥലത്തിനും ഓരോ രീതിയല്ലേ. ഇപ്പൊ നമ്മൾ അതെ ഓരോരുത്തരെയും അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ വകതിരിവ് പാടില്ല. ഒരിക്കലും ഇല്ല. എന്നാലും കോട്ടയം എന്ന് പറയുമ്പോ ഒരു പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായാലും ഓണം ആഘോഷിക്കാൻ നമ്മൾ എത്തിപ്പെട്ടത് എവിടെയാ? അത് തമ്പുരാന്റെ തീരുമാനം. അത് ഇവിടെ തന്നെയാ. കാരണം ഞങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ആൾക്കാരായിട്ട് ഓളം വെക്കാൻ പറ്റും. എത്രയായാലും കറങ്ങി തിരിഞ്ഞ് അവന്റെ പിന്നെ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. You said it. Correct.